ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പൊതുവേ ഓയിൽ, അതായത് നമ്മുടെ എണ്ണ പലഹാരങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഉണ്ടാക്കാറുമില്ല, കഴിക്കാറുമില്ല. പിന്നെ കുട്ടികൾക്കും ഞാനത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ അവർക്ക് മുട്ട പപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമുക്കത് കിട്ടില്ല കേട്ടോ. വെജ് പപ്സ് കിട്ടാറുണ്ട് ഒരു മാംഗ്ലൂരിയൻ ബേക്കറിയിൽ നിന്നും. അതിൻ്റെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പപ്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചേ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അത് വെച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരാം, അപ്പോൾ തന്നെ മനസ്സിലാവുമേ. അപ്പോൾ കേട്ടല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സോസ്റ്റ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വോയിസാണ് കേട്ടോ ഇങ്ങനെ വല്ലാതെ അങ്ങ് കേട്ടത്. അപ്പോൾ ഇതേ ഞാൻ മോനോട് ഒരെണ്ണം പൊട്ടിച്ച് കടിച്ച് നോക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവനത് പൊട്ടിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നോക്കൂ, നല്ല അടിപൊളി മസാലയും നല്ല നാടൻ ടേസ്റ്റുള്ള മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് വന്നു കേട്ടോ. എൻ്റെ മോനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഞാനും ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതാണ് കേട്ടോ. 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഫ്രീസറിൽ വെച്ചതെന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ് കേട്ടോ. അരച്ചതല്ല, ചതച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തുള്ളൂ, കാരണം കുട്ടികൾക്ക് അത്ര എരിവ് ഇഷ്ടമല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പേസ്റ്റ് പോലെ തോന്നും, അത് തണുപ്പ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത് ചതച്ച് വെച്ചതാണെന്ന്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ സംഭവങ്ങളൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള ഒരു പച്ചമുളക് കറിവേപ്പിലേക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങാം. ജസ്റ്റ് ആ ഉള്ളി ഒന്ന് വാടുന്ന സമയമേ വേണ്ടുള്ളൂ കേട്ടോ. പപ്സ് ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അപ്പോൾ ഇതേ സവാള നമ്മൾ ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു, എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ കൂടുതലും കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ് കുക്കിങ്ങിനൊക്കെ. അത്യാവശ്യങ്ങൾ മാത്രമേ നമ്മുടെ പൊടിയുപ്പ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കല്ലുപ്പ് നമ്മൾ വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യുന്നതും കറികളിലൊക്കെ അത് തന്നെ ചേർക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉള്ളി നല്ല കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഗോൾഡൻ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇപ്പം കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത്. ഇത് കണ്ടോ, തണുപ്പ് പോയപ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ചതച്ച് വെച്ചതാണ്, അരച്ച് വെച്ചതല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലെടുക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബയിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യം ഇങ്ങനെ കത്തി കൊണ്ടൊരു പീസ് മുറിച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ സമൂസക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളുടെ എണ്ണം കൂടുതലാണെങ്കിലും അളവ് വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടി, എരിവിന് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിൽ നിങ്ങൾ ഗരം മസാലപ്പൊടി ഇടാതെ ചിക്കൻ മസാലപ്പൊടി തന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഞാൻ എല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാക്കി വെക്കുന്ന പൊടികൾ തന്നെയാണ്. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഞാൻ ചൂടാക്കി വെക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി ആയാലും എല്ലാം. പിന്നെ ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, ചൂടാക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വഴറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഉപ്പ് പാകമാണോ നോക്കി, കാരണം നമ്മൾ ആദ്യം ഉള്ളി വയലാണല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഉപ്പ്, അതായത് ഇപ്പം ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇനി ചിലപ്പോൾ കട്ടയായിട്ട് നിന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതേ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി ഉള്ളിയിലൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് നേരം മതിയാവുക. അപ്പോഴേക്ക് നമ്മളത് വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ നന്നായി മൂത്ത് ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, കാരണം പണ്ടത്തെ നമ്മുടെ റെസിപ്പിയിലൊന്നും മല്ലിയിലൊന്നുമില്ല. മല്ലിയിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങളിവിടെ എല്ലാത്തിനും മല്ലിയില യൂസ് ചെയ്ത് ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്ത് തണിയാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാനിത് 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈദയുടെ പേസ്റ്റാണ്. മൈദ കുറച്ച് വെള്ളത്തിലങ്ങ് കലക്കി വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സമോസ ഷീറ്റ്.
ഇത് അതെ സമൂസ ഷീറ്റ് ഈ ഒരു ബ്രാൻഡാണ് ഇവിടെ കിട്ടുന്നത്. നാട്ടിലൊക്കെ ഏതാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കിട്ടുന്ന ഇതാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷീറ്റ് പോലെയുള്ളത് ഫ്രീസറിൽ നമ്മൾ ഉപയോഗിച്ച് ഓരോ തവണ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ ഷീറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒരു ഷീറ്റ് വെച്ച് കൊടുത്തു, പിന്നെ ക്രോസ് ആയിട്ട് ഒരു ഷീറ്റും കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയില്ലേ നമ്മുടെ ഫില്ലിങ് സവാള, അത് നമുക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ നമുക്ക് നമ്മുടെ പുഴുങ്ങി പകുതിയായി മുറിച്ചെടുത്ത് മുട്ട വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 4 ഭാഗവും നമുക്ക് നേരത്തെ റെഡിയാക്കിയില്ലേ മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് പേസ്റ്റ് പോലെ, അത് ഇതേ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അത് വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം 4 എണ്ണത്തിൻ്റെയും സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു പാക്കറ്റ് പോലെ ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ വറുത്തെടുക്കുമ്പോൾ പിന്നെ അത് ഓപ്പൺ ആവുമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സമോസ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പറയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ അതുപോലെ തന്നെ നമുക്കിത് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് 2 എണ്ണം വെച്ചു. എന്നിട്ട് നമുക്ക് നടുക്ക് ആവശ്യമുള്ള നമ്മുടെ സവാള ഫില്ലിങ് വെച്ചു. എന്നിട്ട് മുട്ട വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ സൈഡിലൊക്കെ മൈദ പേസ്റ്റ് തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് പോക്കറ്റ് പോലെ ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സമോസയുടെ ഇതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയുള്ളൂ. എണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടേക്ക് ഇതിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഞാനിപ്പം ചീനച്ചട്ടി ഇങ്ങനത്തെ കുഴിയുള്ള ചീനച്ചട്ടി വെച്ചത് കാരണം ഞാൻ ഒരെണ്ണം മാത്രമായിട്ടാണ് ഇട്ടെടുക്കുന്നത്. അപ്പം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് വലിപ്പമില്ലാത്ത പാത്രങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നോക്കിയാൽ നല്ല ബബിള് വന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. സാധാരണ എല്ലാവർക്കും തോന്നും പപ്സ് ഷീറ്റും സമോസ ഷീറ്റും വേറെ തന്നെയല്ലേ, അപ്പോൾ ഇത് വെച്ചാവുമോ എന്നുള്ളത്. ക്രിസ്പിന് നല്ല സോഫ്റ്റ് ആയിരിക്കുമോ, കടിക്കാൻ പറ്റുമോ, അല്ല ഭയങ്കര ഉറപ്പുള്ളതായിരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഒന്നും തോന്നണ്ട. നന്നായിട്ട് തന്നെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും. ഈ ബബിൾ നിറയെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നന്നായി ഷൈനിങ് കാണുന്നത്. കുറച്ച് കഴിയുമ്പം കാണും എണ്ണയൊന്നും അങ്ങനെ കാണില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ല തിളക്കത്തിൽ എണ്ണയൊക്കെ കാണും. പക്ഷേ കുറച്ച് കഴിയുമ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുക എണ്ണ അധികമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് നമുക്കെല്ലാം അങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പപ്സൊക്കെ ഞാനിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബബിൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം അതിങ്ങനെ നല്ല പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നുള്ളത്. അപ്പം കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, പൊട്ടിച്ചതിൻ്റെ ഉൾഭാഗമൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടേസ്റ്റ് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ചെയ്ത അതേ മസാല തന്നെ ചെയ്ത് നോക്കും, അടിപൊളി ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.